على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. يا عباد الله اتقوا الله. أعوذ بالله من الشيطان الرجيم. يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. സൂറത്തു നാസിആത്തിലെ അവസാനത്തെ ആയത്തുകളാണ് ഓതി വെച്ചത്. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് 42-ാമത്തെ ആയത്ത് മുതലാണ്. 46 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. 41 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഈ 4-5 ആയത്തുകൾ നമുക്കൊന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يسألونك عن الساعة يسألونك عن الساعة أيان مرساها يسألونك عن الساعة أيان مرساها يسألونك عن الساعة أيان مرساها فيما أنت من ذكراها فيما أنت من ذكراها إلى ربك منتهاها إلى ربك منتهاها إنما أنت منذر إنما أنت منذر من يخشاها إنما أنت منذر من يخشاها كأنهم يوم يرونها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. ഇനി ഓരോരുത്തരും ഓതി നോക്കിയേ. യസ്അലൂനക മുതൽ
അവസാനത്തെ ആയത്തുകളെ സംബന്ധിച്ചാണ്. അതാണ് ഒരല്പസമയം ഞാൻ വിശദീകരിച്ചത്. നമ്മുടെ ഇവിടെ പള്ളിയിൽ ഒരാൾ നിസ്കരിക്കാൻ വന്നതുകൊണ്ടാണ് ശബ്ദം അല്പസമയത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. നമ്മൾ ആരംഭിക്കുന്നത് യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ. യസ്അലൂനക അവർ നിന്നോട് ചോദിക്കുന്നു. സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു, യസ്അലു എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു. യസ്അലൂന അവർ ചോദിക്കുന്നു, ക നിന്നോട്. അപ്പൊ അവർ നിന്നോട് ചോദിക്കുന്നു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബിയുടെ സമകാലീനരായ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ചോദിക്കുന്നു. എന്താ അവർ ചോദിക്കുന്നത്? സാഅത്തിനെ സംബന്ധിച്ച് ചോദിക്കുന്നു. സാഅത്ത് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാഅത്ത് എന്ന് പറഞ്ഞാൽ അറബിയില് സമയത്തിന് സാഅത്ത് എന്ന് പറയും, ക്ലോക്കിന് സാഅത്ത് എന്ന് പറയും. സമയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടത്തെ ഉദ്ദേശം എന്താണ്? അസ്സാ എന്ന് പറഞ്ഞാല് ഖിയാമത്ത് നാൾ. ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്, ജീവിക്കുന്നത്, ചലിക്കുന്നതൊക്കെ സമയം ഉള്ളത് കൊണ്ടാണല്ലോ. ഈ സമയം അങ്ങോട്ട് നിന്നു പോവുക, ഈ സമയം ഇല്ലാതാകുക. കാമ എന്ന് പറഞ്ഞാൽ നിൽക്കാന്നാണ് അർത്ഥം. ഖിയാമ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന നാളെന്നാണ്. സമയം അങ്ങോട്ട് നിൽക്കും. ആ അവസ്ഥയെ സംബന്ധിച്ചാണ് പൊതുവെ ഖിയാമത്തു നാൾ എന്ന് പറയുന്നത്, ലോകം അവസാനിക്കുന്ന നാൾ എന്ന് പറയുന്നത്. ആ ഖിയാമത്തു നാൾ അയ്യാന മുർസാഹ, എപ്പോഴാണ് അത് സംഭവിക്കുക എന്ന് അവർ നബിയോട് ചോദിക്കുന്നു. ഇതാണ് ചോദ്യം. ഒന്ന് നോക്ക് നിങ്ങൾ. യസ്അലൂനക അവർ നിന്നോട് ചോദിക്കുന്നു. അനിസ്സാഅതി ഖിയാമത്തു നാളിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അയ്യാന എപ്പോഴാണ്, മുർസാഹ അത് സംഭവിക്കുക. അത് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാള്. ഖിയാമത്തു നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ നബിയോട് സ്വഹാബത്തും അല്ലാത്തവരും ജൂതന്മാരടക്കമുള്ള പല ആളുകളും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്നുകിൽ അവർക്ക് അതിന്റെ ഉത്തരം അറിയാൻ വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ നബിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ നബിയെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാകാം. എന്തായിരുന്നാലും ശരി, ഖിയാമത്തു നാൾ എപ്പോൾ സംഭവിക്കുന്നു എന്ന ഒരു ചോദ്യം അവർ നിന്നോട് ചോദിക്കുന്നു. അതിന്റെ മറുപടിയാണ് അള്ളാഹു പറയുന്നത്, ഫീമ അൻത മിൻ ദിക്റാഹ. ഫീമ ഏതിലാണ്, അൻത നീ, മിൻ ദിക്റാഹ അതിന്റെ വർത്തമാനത്തെ സംബന്ധിച്ച്. അതായത് അതിന്റെ വർത്തമാനത്തെ സംബന്ധിച്ച് നിനക്ക് എന്താ അറിയാ? മുഹമ്മദ് നബിക്ക് എന്തറിയും ഖിയാമത്തു നാൾ എപ്പോഴാണ് എന്നത്? അതാണ് അള്ളാഹ് ചോദിക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നിട്ട് പോലും എല്ലാ കാര്യങ്ങളും നബിക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. നബിക്കറിയാത്ത ഒരു കാര്യമാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഖിയാമത്തു നാൾ എപ്പോൾ സംഭവിക്കും അത് നബിക്ക് അറിഞ്ഞൂടാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിലെടുത്തൊരു ഹദീസ് ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് തോന്നുന്നു. നബിയോട് 2-3 കാര്യങ്ങൾ ചോദിച്ചുവല്ലോ. പള്ളിയിൽ ജിബ്രീല് സാധാരണ ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നു, ഒരു പുരുഷന്റെ രൂപത്തിൽ വന്നു, നബിയുടെ അരികിൽ ചേർന്നിരുന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയെ മൽ ഇസ്ലാം, എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാല്? അപ്പൊ നബി ഇസ്ലാമിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുത്തു. അതിനുശേഷം മൽ ഈമാൻ, ഈമാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഈമാനിനെ സംബന്ധിച്ച് നബി വിശദീകരിച്ചു കൊടുത്തു. അതിനുശേഷം വമൽ ഇഹ്സാൻ, എന്താണ് നബിയെ ഇഹ്സാൻ എന്ന് ചോദിച്ചു. അതും നബി വിശദീകരിച്ചു കൊടുത്തു. പിന്നീട് നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ച ഒരു ചോദ്യമാണ്, എപ്പോഴാണ് നബിയെ ഖിയാമത്തു നാൾ ഉണ്ടാവുക? ആ ഒരു ചോദ്യം ഹദീസിലുള്ളതായത്. അപ്പൊ നബി പറഞ്ഞൊരു മറുപടിയുണ്ട്, ഈ ചോദിച്ച ആളുണ്ടല്ല, ആ ചോദിച്ച ആൾക്കാണ് എന്നേക്കാൾ കൂടുതൽ അറിയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതായത് ഖിയാമത്തു നാൾ എപ്പോൾ സംഭവിക്കുമെന്ന് നബിക്ക് അറിഞ്ഞുകൂടാ. നബിക്ക് വഹി അല്ലാഹു കൊടുത്തിട്ടില്ല. നബി എന്നല്ല ഒരു പ്രവാചകനും അല്ലാഹു എന്ത് ചെയ്തിട്ടില്ല, ഖിയാമത്തു നാൾ എപ്പോൾ സംഭവിക്കുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ലക്ഷണങ്ങളായി ചില കാര്യങ്ങൾ പറഞ്ഞു. ഖിയാമത്തു നാൾ സംഭവിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ അത് മാത്രമേ നബി പറഞ്ഞിട്ടുള്ളൂ. ഇത് എപ്പോൾ സംഭവിക്കുമെന്നുള്ളത് നബിക്കറിയില്ല. അത് ആർക്കറിയുള്ളൂ? അല്ലാഹുവിന് മാത്രം. അതെവിടെ ഖുർആനിൽ പറഞ്ഞത്? നമ്മള് സൂറത്തുൽ ലുഖ്മാൻ എന്ന് എടുക്കുക. നിങ്ങൾ സൂറത്തുൽ ലുഖ്മാൻ പേജ് നമ്പർ ഞാൻ പറഞ്ഞുതരാം. ലുഖ്മാൻ സൂറത്ത്,
ലുഖ്മാനുൽ ഹക്കീമിനെ സംബന്ധിച്ച് നമ്മൾ ഓതുന്ന ഒരു സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ ലുഖ്മാൻ. പേജ് നമ്പർ നിങ്ങളുടെ കയ്യിലുള്ള ഖുർആനിലെ 411 പേജ് എടുത്ത് 411 നമ്മള് ഓതുന്നതിന്റെ മുന്നോട്ടാണ് മറക്കേണ്ടത്, വലതുഭാഗത്തേക്ക്. അങ്ങനെ വലതുഭാഗത്തേക്ക് ഇങ്ങനെ മറച്ചാല് 411 പേജിലെത്തും നിങ്ങൾ. കുറച്ചധികം മറക്കണം. ഇത് 31 സൂറയാണ് ഈ ലുഖ്മാൻ എന്ന് പറയുന്നത്. 411 പേജ്, 411 സൂറത്തുൽ ലുഖ്മാൻ. എല്ലാവരും കണ്ട? ആ ലുഖ്മാൻ സൂറത്തിന്റെ അവസാനത്തെ ആയത്തൊന്നെടുത്ത് 2 പേജ് ഇങ്ങോട്ട് മറച്ചാൽ അതിന്റെ അവസാനത്തെ ആയത്ത് കിട്ടും. 414 പേജിലെത്തും നമ്മള്. 414 കണ്ടോ? അതൊന്ന് ഓതി നോക്കാം നമുക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅതി വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻദഹു അവന്റെ അരികിലാകുന്നു ഇൽമുസ്സാഅ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള ഇൽമ. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള അതെപ്പോൾ സംഭവിക്കുമെന്ന അറിവ് അല്ലാഹുവിന്റെ അരികിലാണ്. വയുനസ്സിലുൽ ഗൈസ മഴ പെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള അറിവും. വയഅലമു അവൻ അറിയുന്നു മാ ഫിൽ അർഹാം ഗർഭാശയത്തിലുള്ളത് എന്ത് എന്നതിനെ സംബന്ധിച്ചും അല്ലാഹു അറിയുന്നു. വമാ തദ്രി നഫ്സുൻ ഒരാത്മാവിനും അറിയുകയില്ല മാദാ തക്സിബു ഗദാ നാളെ എന്താണ് സംഭവിക്കുക എന്ന് അറിയുകയില്ല. വമാ തദ്രി നഫ്സുൻ ഒരാത്മാവും അറിയുകയില്ല ബി അയ്യി അർദിൻ തമൂതു അത് എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന് അറിയുകയില്ല. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു അലീമുൻ എല്ലാം അറിയുന്നവനാണ്, ഖബീറുൻ സൂക്ഷ്മജ്ഞാനിയുമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താ? ഒന്ന് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് അതാർക്കേ അറിയുള്ളൂ? അല്ലാഹുക്ക് മാത്രം, ഒരു സംശയം അതിലില്ല. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? വയുനസ്സിലുൽ ഗൈസ മഴ പെയ്യിക്കുന്നതിനെ സംബന്ധിച്ച്, മഴ പെയ്യുന്നതിനെ സംബന്ധിച്ച്. ആ മഴ പെയ്യുന്നതിനെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ആർക്കേ അറിയുള്ളൂ? അല്ലാഹുക്ക് മാത്രം. അതായത് ഏതു നാട്ടില് ഏത് അളവില് എത്ര സമയം മഴ പെയ്യണം എന്നത് ആർക്കേ അറിയുള്ളൂ? അല്ലാഹുക്ക് മാത്രമേ അറിയുള്ളൂ. കാർമേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടിയാൽ ഒരുപക്ഷെ നമുക്ക് പറയാം ഇവിടെ മഴ പെയ്യുന്നു പറയാം, പെയ്തു കൊള്ളണം എന്നില്ല. പക്ഷേ അല്ലാഹുക്കറിയാം ഏതു നാട്ടിലാണ് മഴ വേണ്ടത്, അതെത്ര സമയമാണ് വേണ്ടത്, അതെത്ര ശക്തിയിലാണ് വേണ്ടത് എന്ന് അല്ലാഹുക്കറിയാം. ആ ഇൽമ ആർക്ക് മാത്രമേ അറിയുള്ളൂ? അല്ലാഹുവിന് മാത്രം. 3 വയഅലമു മാ ഫിൽ അർഹാം ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ചുള്ള വിവരവും അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അതിന്റെ പൂർണ്ണമായ അറിവ് ആർക്കേ ഉള്ളൂ? അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞ് ജനിക്കില്ലേ ഒരാൾക്കും പറയാൻ പറ്റില്ല. നമുക്ക് ഒരുപക്ഷെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിന്റെ ആന്തരിക അവസ്ഥകളോ അല്ലെങ്കിൽ അതിന്റെ ലിംഗങ്ങളോ ആണാണോ പെണ്ണാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാം. പക്ഷേ ഈ കുട്ടി ജനിക്കില്ലേ ആർക്കും അറിയുള്ളൂ? അല്ലാഹുക്ക് മാത്രമേ അറിയുള്ളൂ. എത്രയോ കുട്ടികള് പ്രസവിക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യുന്നുണ്ട്? മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ കുട്ടി ഭൂമിയിൽ ജനിച്ചു വീണാല് ഈ കുട്ടി ഏത് നാട്ടിലാ ജനിക്കുക, ഈ കുട്ടി ഏത് ഭാഷയെ സംസാരിക്കുക, ഈ കുട്ടി എത്ര നാള് ജീവിക്കും, ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങൾ മുഴുവൻ ആർക്കേ അറിയുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല. മൂന്നാമത്തെ വിഷയം. നാലാമത്തെ വിഷയം എന്താണ്? വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ ഭാവിയിൽ അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതും അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ, നിങ്ങൾക്കറിയുകയില്ല. അടുത്തത് ഏതൊരാത്മാവും ഏതു മണ്ണിൽ വെച്ച് മരിക്കും എന്നതും ആർക്കേ അറിയുള്ളൂ? അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഹൈദരാബാദിൽ നിന്ന് 40 ആൾക്കാര്
ഉംറയ്ക്ക് വേണ്ടി വന്നു. അവർ മദീനത്തേക്ക് പോവുകയാണ്. അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. ബസ് ഇടിച്ചു, അപകടം സംഭവിച്ചു. 40ഓളം മനുഷ്യര് അവിടെ വെച്ചു തന്നെ എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യാനേ നമുക്ക് കഴിയുള്ളൂ. ഇവരെന്തേ ഹൈദരാബാദിൽ നിന്ന് ഇവിടെ എത്തിയത്? ഹൈദരാബാദിൽ നിന്നാണ് ഇവരിവിടെ എത്തിയത് അല്ലെ? ഇന്ത്യയിൽ നിന്നാണ് ഉംറ തീർത്ഥാടകരായിട്ട് അവിടെ എത്തിയത്. 40ഓളം മനുഷ്യര്. അവരവിടെയാണ് മരിച്ചത്. അവരവിടെയാണ് മരിക്കേണ്ടത്. അവരുടെ മണ്ണ് അവിടെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു മണ്ണിൽ മരണം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടോ ആ മണ്ണിലേക്ക് നമ്മൾ ഓടിയെത്തും. നമ്മളവിടെ എത്തിയിരിക്കും. ആ മണ്ണിൽ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യാ? മരിച്ചു വീഴുക. അതുകൊണ്ട് ഏത് സമയത്ത് ഏത് മണ്ണിൽ മരിക്കുമെന്ന് അള്ളാഹുവിനല്ലാതെ ഒരു മനുഷ്യനും അറിയുകയില്ല. ഇങ്ങനത്തെ 4-5 കാര്യങ്ങളാണ് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞത്. ആ കൂട്ടത്തിൽ പറഞ്ഞ ഒന്നാണ് എന്ത്? ഖിയാമത്തുനാൾ. ഖിയാമത്തുനാൾ എപ്പോൾ സംഭവിക്കുമെന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അതിനെ സംബന്ധിച്ച് അറിയുകയില്ല. ഇനി നിങ്ങൾ നമ്മളെ സൂറത്തിലേക്ക് പോ, സൂറത്തുൻ നാസിയാത്തിലേക്ക് പോ. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ. യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, അനിസ്സാഅ, ഖിയാമത്തു നാളിനെ സംബന്ധിച്ച്, അയ്യാന മുർസാഹാ, അതെപ്പോഴാണ് സംഭവിക്കുക എന്നവർ നിന്നോട് ചോദിക്കുന്നു. ഫീമാൻ അൻത മിൻ ദിക്റാഹാ, നബിയേ ആ വർത്തമാനത്തെ സംബന്ധിച്ച് താങ്കൾക്ക് എന്തറിയാം എന്നാണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞു നോക്കിയേ. യസ്അലൂനക എന്നർത്ഥം പറഞ്ഞേ. അവർ നിന്നോട് ചോദിക്കുന്നു അനിസാഅത്തി, ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച്. സാഅത്ത് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അയ്യാന, എപ്പോഴാണ്. അയ്യാന എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്. മുർസാഹ, അത് സംഭവിക്കുക. അപ്പൊ എപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നു എന്നവർ നിന്നോട് ചോദിക്കുന്നു. ഫീമ, എന്തിലാണ്. അൻത, നീയുള്ളത്. മിൻ ദിക്റാഹ, അതിന്റെ വർത്തമാനത്തിൽ. അപ്പൊ ആ ഖിയാമത്ത് നാൾ എപ്പോൾ സംഭവിക്കുമെന്ന വർത്തമാനത്തിൽ നബിയെ നിനക്കെന്തറിയാം? നിനക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് ആർക്ക് മാത്രമേ അറിയുള്ളൂ? അല്ലാഹുവിന് മാത്രം. അതിന് ഏത് സൂറത്താണ് നമ്മൾ തെളിവായിട്ട് പഠിച്ചത്? സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനത്തെ ആയത്തുകൾ. ഖിയാമത്തു നാൾ അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നതിന് തെളിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ, അല്ലാഹുവിനല്ലാതെ ഖിയാമത്ത് നാളിന്റെ സമയം അറിയുകയില്ല. ശരി, അടുത്ത ആയത്ത്. ഇലാ റബ്ബിക മുൻതഹാഹാ, ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിലേക്കാണ്, നിന്റെ റബ്ബിലേക്കാണ്. മുൻതഹാഹാ, അതിന്റെ മടക്കം. ഇൻതഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനം, അതിന്റെ പര്യവസാനം നിന്റെ റബ്ബിലേക്കാണ്. അപ്പോ ഏത് ആയിരുന്നാലും ശരി, എല്ലാത്തിന്റെയും പര്യവസാനം എന്താണ്? അള്ളാഹുവിലേക്കാണ്, അല്ലെങ്കിൽ നിന്റെ രക്ഷിതാവിലേക്കാണ് എന്ന് അള്ളാഹ് പറയുന്നു. ഇനി മുഹമ്മദ് നബി ആരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇന്നമാ അൻത, തീർച്ചയായും നീ, മുൻദിറു, മുന്നറിയിപ്പ് നൽകുന്നവനാണ്. മൻ യഖ്ശാഹാ, ആ ഖിയാമത്ത് നാളിനെ ഭയപ്പെടുന്ന ആളുകൾക്ക്. അവിടെ ഇന്നമാ എന്ന് പറയുമ്പോ മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ് എന്നാണ്. നബിയുടെ ജോലി എന്താണ്? ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നത് മാത്രമാണ്. ചെറിയൊരു സൂറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ലസ്ത അലൈഹിം ബിമുസൈത്തിർ, നിനക്ക് ആളുകളുടെ മേലെന്തില്ല, ഒരു അധികാരവുമില്ല. നബിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, മുന്നറിയിപ്പ് നൽകുക. അവർക്ക് ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ അവിശ്വസിക്കട്ടെ എന്നതാണ് നബി അള്ളാഹു പറയുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, മുഹമ്മദ് നബി ആരാണ്? ഖിയാമത്ത് നാൾ എപ്പോൾ സംഭവിക്കുമെന്ന് പറയാൻ വേണ്ടി വന്ന ഒരാളല്ല മുഹമ്മദ് നബി. മറിച്ച് മുഹമ്മദ് നബി എന്താണ്? ഖിയാമത്ത് നാൾ ഇങ്ങനെ സംഭവിക്കും മനുഷ്യരെ, അതുകൊണ്ട് നിങ്ങൾ അതിനെ പേടിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കോ എന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം തങ്ങൾ വന്നത്. നോക്ക് നിങ്ങള്, ഇന്നമാ അൻത, തീർച്ചയായും നീ മുൻദിറു, മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ്. ആ ഇന്നമ എന്ന് പറയുമ്പോ ഹസർ എന്നാണ് തന്നെ അറബിയിൽ പറയാ. അത് നമ്മൾ മലയാള ഭാഷയിൽ പറയുന്ന പോലെ തന്നെ മാത്രം, ഇയ്യാക നഅ്ബുദു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അതുപോലുള്ളൊരു പ്രയോഗമാണിത്. ഇന്നമാ അൻത മുൻദിറു, നീ മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ്. മൻ, ആർക്കാണ് മുന്നറിയിപ്പ് നൽകുക? യഖ്ശാഹാ, ഖശിയ എന്ന് ഭയപ്പെട്ടു, യഖ്ശ ഭയപ്പെടുന്നു, ഹാ അതിനെ, അതായത് ഖിയാമത്ത് നാളിനെ. ഖിയാമത്ത് നാളിനെ ഭയപ്പെടുന്ന ആരൊക്കെയുണ്ടോ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ് നീ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജോലിയും അള്ളാഹു ഇവിടെ നിശ്ചയിച്ചു കൊടുത്തു. എന്താ നബിയുടെ ജോലി? മുന്നറിയിപ്പ് നൽകുക. എല്ലാ പ്രബോധകന്മാരുടെയും ജോലി എന്താണ്? ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക. പിന്നെ അത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കലും ആരുടെ ജോലിയാണ്? മനുഷ്യന്റെ ജോലി. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് നബിയുടെ പിതാവിന്റെ സഹോദരനായ അബ്ദുൽ മുത്തലിബ് അല്ലെങ്കിൽ അബൂ ത്വാലിബ്. നബിയുടെ പിതാവിന്റെ പിതാവ് അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബിന്റെ മക്കളാണ് അബ്ദുള്ളയും അതുപോലെ തന്നെ അബൂ ത്വാലിബും ഒക്കെ. ഈ അബൂ ത്വാലിബ് നബിയുടെ സഹോദരനാണ്, പിതാവിന്റെ സഹോദരൻ. ഈ അബൂ ത്വാലിബാണ് നബിക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തത്. ഈ അറബികള്, ഖുറൈശികള് അല്ലെങ്കിൽ മക്കക്കാര്, മുശ്രിക്കുകള് നബിയെ അങ്ങേയറ്റം ഉപദ്രവിക്കാൻ വന്നപ്പോൾ അവരെ തടുത്തു നിർത്തിയത് ആരാണ്? ഈ അബൂ ത്വാലിബാണ്. അങ്ങനെ അബൂ ത്വാലിബ് മരിക്കുന്ന ഒരു രംഗം ചരിത്രത്തിലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹം മരിക്കാൻ കിടക്കുന്നതിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അരികിലിരിക്കുന്നു. അദ്ദേഹത്തോട് പറയുന്നു, ഖുൽ യാ അമ്മീ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ പിതാവിന്റെ സഹോദരാ, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയൂ. ഇസ്ലാമാകൂ, മുസ്ലിമാകൂ. നബിക്കറിയാം മുസ്ലിമായെങ്കിൽ അള്ളാന്റെ അടുക്കൽ രക്ഷയുണ്ടാകുള്ളൂ. അതുകൊണ്ട് ഈ സമയത്തെങ്കിലും താങ്കൾ ഇത്രയധികം നന്മ ചെയ്ത ഒരു മനുഷ്യനാണ്, ഇസ്ലാമിന് വേണ്ടി തന്നെയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദഅവത്തിന് വേണ്ടിയാണ് താങ്കൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സഹോദരൻ, താങ്കളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് ഇറക്കിയ ഒരായത്താണ് നബിയെ അങ്ങനെ വിഷമിച്ച് നിർബന്ധിച്ച് ആരെയും എന്ത് ചെയ്യേണ്ടതില്ല, കലിമ ചൊല്ലിപ്പിക്കേണ്ടതില്ല, അല്ലെങ്കിൽ മുസ്ലിമാക്കേണ്ടതില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് കൊടുക്കും. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹു യഹ്ദി മൻ യശാ. ആ സമയത്ത് ഇറങ്ങിയ ഒരു ആയത്താണെന്നാണ് തഫ്സീറിലൊക്കെ നമ്മളിത് മനസ്സിലാക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? മുഹമ്മദ് നബിയെ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നിനക്ക് ഇഷ്ടമുള്ള ആളുകളെ, നിനക്ക് മഹബ്ബത്തുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാനോ ഹിദായത്തിലേക്ക് കൊണ്ടുവരുവാനോ നിനക്ക് കഴിയുകയില്ല. മറിച്ച് വലാകിന്ന അല്ലാഹു യഹ്ദി മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരാളെ പോലും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമേ അല്ല. ഇസ്ലാമിന്റെ നിയമവും നീതിയും അങ്ങനെയല്ല. ഒരാളോടും ഇസ്ലാം നിർബന്ധ ചുമത്തുന്നില്ല. മറിച്ച് എന്താണ്? അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ഇഷ്ടമില്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. ആ ഇഷ്ടവും ഇഷ്ടക്കേടും തീരുമാനിക്കുന്നത് നബിയുടെ പ്രബോധനം വഴിയാണ്. അതാണ് മുൻസിർ എന്ന് പറഞ്ഞാല്. നബി ഇതാ ഖിയാമത്ത് നാൾ വരാനുണ്ട് കേട്ടാ, നരകം വരാനുണ്ട് കേട്ടാ, അള്ളാഹുവിന്റെ ശിക്ഷ വരാനുണ്ട് കേട്ടാ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗം വരാനുണ്ട്, സന്തോഷ വാർത്ത. ഇതൊക്കെ അറിയിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് നബിയുടെ ദൗത്യം. ആ ദൗത്യത്തിൽ ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കും. പൊതുവെ ആളുകൾ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്ന ഒന്നാണ് പൊതുവെ നിർബന്ധ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളത്. അതായത് ക്രിമിനൽ കുറ്റമാണ് ഇന്ത്യയിൽ നിർബന്ധിത മതപരിവർത്തനം. മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല.
മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം കൊടുത്തിട്ടോ, നിങ്ങൾ ഈ ദീനിലേക്ക് വരണം, വീട് വെച്ചു കൊടുത്തിട്ടോ, പറമ്പ് വെച്ചു കൊടുത്തിട്ടോ, റേഷൻ വാങ്ങി കൊടുത്തിട്ടോ, അരിഞ്ചാക്ക് കൊടുത്തിട്ടോ നമ്മൾ ഇസ്ലാമിലേക്ക് ഒരു മനുഷ്യനും ക്ഷണിക്കുന്നില്ല. ക്ഷണിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, വേറെ മതത്തിന്റെ ആളുകള്, മിഷണറിമാർ. അവരുടെ പേര് തന്നെ മിഷണറി എന്നാണ്. മിഷണറിമാർ അങ്ങനെ ചെയ്യുന്നവരാണ്. അവര് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ആ സഹായങ്ങളുടെ പിന്നിലൊക്കെ എന്തുണ്ട്? അവർക്ക് ഭൗതികമായ ചില ലക്കുകളും ലാക്കുകളും ലക്ഷ്യങ്ങളുമുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു സഹായം ഒരു മനുഷ്യന് ചെയ്തു കൊടുത്താലും അതിന്റെ പിന്നിൽ അല്ലാഹുവേ നീ എനിക്ക് പ്രതിഫലം നൽകണേ എന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നതാണ് വ്യത്യാസം. ഈ സഹായം ചെയ്തു കൊടുക്കുന്ന നമ്മുടെ ഒരു ബാധ്യതയാണ്. മറിച്ച് അയാൾ ദീനിലേക്ക് വരണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അയാൾക്കാണ്. ഖുർആനില് സൂറത്തുൽ ബഖറയില് നമ്മൾ ഓതുന്ന ആയത്തുൽ കുർസി ഉണ്ടല്ലോ, ആ ആയത്തുൽ കുർസിയുടെ കഴിഞ്ഞതിന്റെ ഉടനെ തന്നെ അല്ലാഹു പറയുന്ന ഒരു കാര്യമാണ്, ദീനിൽ എന്തില്ല, യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ നിർബന്ധമില്ല. ആരെയും ബലാത്കാരമായി ദീനിലേക്ക് കൊണ്ടുവരുന്നില്ല. പിന്നെന്താണ്? ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. സന്മാർഗവും ദുർമാർഗവും വളരെ കൃത്യമായി വേർതിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് പിരിഞ്ഞു പോകാം. അള്ളാഹുവിന്റെ ഒരിക്കൽ വിചാരണയുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇന്നമാ, തീർച്ചയായും അൻത മുൻദിറു, നീ മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ്. മൻ യഖ്ശാഹ, ഈ ഖിയാമത്ത് നാളിനെ, ഈ സാഅത്തിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് നീ മുന്നറിയിപ്പ് നൽകുക. അത് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അള്ളാഹു മൊത്തത്തിൽ ഒരു കാര്യം പറയാണ്. കഅന്നഹും യൗമ യറൗനഹാ, കഅന്നഹും, അവർ ഏതുപോലെയാണ്, യൗമ യറൗനഹാ, അതിനെ അവർ കാണുകയാണെങ്കിൽ. ഏതിനെ? ഖിയാമത്ത് നാളിനെ. ഖിയാമത്ത് നാളിനെ അവർ കാണുകയാണെങ്കിൽ അവർ ഇതുപോലെയായിരിക്കും. ലം യൽബസൂ, അവർ താമസിച്ചിട്ടില്ലാത്തവരെ പോലെയായിരിക്കും. ഇല്ല അശിയതൻ, ഒരു വൈകുന്നേരമോ, ഔ ളുഹാഹാ, അല്ലെങ്കിൽ അതിലെ ഒരു പകൽ സമയമോ, ഒരു ദിവസമേ ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ടുള്ളൂ എന്ന രൂപത്തിലായിരിക്കും ഖിയാമത്തു നാളിനെ കാണുന്ന ആളുകളുടെ അവസ്ഥ. അതിന്റെ ഭയാനകതയാണ് പറഞ്ഞത്. ഖിയാമത്തു നാളിൽ ഒരു മനുഷ്യനുണ്ടായാല്, ആ ഖിയാമത്തു നാളിങ്ങനെ സംഭവിക്കുമ്പോഴേ ഈ മനുഷ്യന്റെ മനസ്സ് പറയുന്നത് എന്താണ്? ഞാനിവിടെ ഒരു വൈകുന്നേരമോ ഒരു പകലോ മാത്രമേ താമസിച്ചിട്ടുള്ളൂ, മറ്റുള്ള കാര്യങ്ങൾ മുഴുവൻ അയാൾ വിസ്മരിച്ചു പോകും. അത്രമാത്രം ശക്തമാണ് ഖിയാമത്തു നാളിന്റെ ഭയാനകത. ഖുർആനില് സൂറത്ത് ഹജ്ജിന്റെ ഒന്നാമത്തെ ആയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖിയാമത്തു നാളിന്റെ ഭയാനകതയാണ്. അതൊന്നെടുത്ത് സൂറത്ത് ഹജ്ജ് എന്നെടുത്ത് നമുക്ക് അതും കൂടെ നോക്കി അവസാനിപ്പിക്കാം. ഹജ്ജിന്റെ ആദ്യ ഭാഗങ്ങളെടുത്ത് സൂറത്ത് ഹജ്ജ് എന്ന് പറയുമ്പോഴേ ഇങ്ങനെ പോയി നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് വന്നാല് നമ്മുടെ സൂറത്ത് അംബിയാ, സൂറത്തുൽ കഹ്ഫ് ഒക്കെ കഴിഞ്ഞിട്ട് 332-ാമത്തെ പേജ്, 332-ാമത്തെ പേജ്, 332 സൂറത്തുൽ അംബിയാ കഴിഞ്ഞാലാണ് സൂറത്തുൽ ഹജ്ജ് വരിക. 332-ാമത്തെ പേജ്. നമ്മൾ സാധാരണ ഓതുന്ന അൽ കഹഫ് ഒക്കെ ഉണ്ടല്ലോ എല്ലാ വെള്ളിയാഴ്ചയും. ആ അൽ കഹഫ് സൂറത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സൂറത്തു മറിയമാണ്, അല്ല സൂറത്ത് ഇസ്രാ ആണ്. ഇസ്രാ കഴിഞ്ഞാൽ പിന്നെ മറിയം, അൽ കഹഫ് കഴിഞ്ഞാൽ പിന്നെ മറിയമാണ്, മറിയം കഴിഞ്ഞാൽ ത്വാഹയാണ്, ത്വാഹ കഴിഞ്ഞാൽ അംബിയ ആണ്, അംബിയ കഴിഞ്ഞാൽ സൂറത്തുൽ ഹജ്ജ്. ഇങ്ങനെ ഖുർആനിന്റെ സൂറത്തുകളുടെ ക്രമമൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കണം. അപ്പൊ അതിനു വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറച്ചു പോകുന്നത് കേട്ടോ. ഖുർആൻ സൂറത്തുൽ ഹജ്ജ് എടുത്തോ നോക്കാം. ഞാൻ ആദ്യത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൻ നാസ് തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തിസ് സാഅതി ശൈഉൻ അളീം
يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله الشديد يا أيها الناس അല്ലയോ മനുഷ്യരെ ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കണേ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ ഇന്ന സൽസലത്തസ്സാഅതി തീർച്ചയായും ഖിയാമത്ത് നാളിന്റെ വിറയൽ ശൈഉൻ അളീം അതൊരു ഭയാനകമായ വസ്തുതയാണ് യൗമ തറൗനഹാ അതിനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ തദ്ഹലു അശ്രദ്ധമായി പോകും കുല്ലു മുർളിഅത്തിൻ എല്ലാ മുലയൂട്ടുന്ന മാതാക്കളും അമ്മാ അർളഅത്ത് അവർ മുലയൂട്ടുന്ന കുഞ്ഞിനെ സംബന്ധിച്ച് വതളഉ പ്രസവിച്ചു പോകും കുല്ലു ദാത്തി ഹംലിൻ എല്ലാ ഗർഭിണികളും ഹംലഹാ അവളുടെ ഗർഭത്തെ വതറന്നാസ ജനങ്ങളെ നിനക്ക് കാണുകയും ചെയ്യാ സുക്കാറ ലഹരി ബാധിച്ചതായി നിനക്ക് കാണാം വമാഹും ബിസുക്കാറ അവർ ലഹരി ബാധിച്ചവരല്ല വലാകിന്ന അദാബല്ലാഹ് പക്ഷേ അല്ലാഹുവിന്റെ അദാബ് ശദീദ് അതികഠിനമാണ്. ഇതാണ് ഖിയാമത്ത് നാൾ ഒരാൾ കണ്ടാൽ എന്താ പറഞ്ഞത്? അതിന്റെ അവസ്ഥ, അതിന്റെ ഭയാനകത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ മുലയൂട്ടുന്ന എല്ലാ ഉമ്മമാരും അവരുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധരായി പോകും. എന്താ ഈ ഉദാഹരണം പറഞ്ഞെന്നറിയാമോ? നമ്മൾ പലപ്പോഴും ചില ഭൂകമ്പങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ആ ഭയാനകത വന്ന് മുലയൂട്ടുന്ന അമ്മ ആ കുഞ്ഞിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ ആ കുഞ്ഞ് അമ്മയെ ഇങ്ങനെ അറളി പിടിച്ച് കിടക്കുന്ന ചില ചിത്രങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞിന് മുലയൂട്ടുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ മടിത്തട്ടിലെ ഏറ്റവും സുരക്ഷിതമായ സമയമാണത്. ഒരു കാരണവശാലും അമ്മ ആ കുഞ്ഞിനെ സംബന്ധിച്ച് അശ്രദ്ധമായി പോവുകയില്ല. ചില സമയത്തൊക്കെ കുഞ്ഞിനെ അശ്രദ്ധമായി പോയാലും ഈ മുലയൂട്ടുന്ന സമയത്ത്, പാല് കൊടുക്കുന്ന ഫീഡിങ്ങിന്റെ സമയത്ത് ഒരു മാതാവും തന്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അശ്രദ്ധരായി പോവാറില്ല എന്നതാണ്. അല്ലാഹ് പറയാണ്, ഖിയാമത്ത് നാൾ ഇങ്ങനെ വന്നാലുണ്ടല്ലോ, അതിന്റെ ഭയാനകത നിമിത്തം ഈ ഉമ്മ അല്ലെങ്കിൽ ഈ അമ്മ മാതാവ് തന്റെ കുഞ്ഞിനെ അവഗണിച്ചു കളയും, തന്റെ കുഞ്ഞിനെ അശ്രദ്ധമാക്കി കളയും, ശ്രദ്ധിക്കാൻ കഴിയില്ല. അത്ര ഭയാനകതയാണ്. പിന്നെയോ ഗർഭിണികളായ സ്ത്രീകള്, അല്ലാഹ് രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞതാ, രണ്ടാമത്തെ സംഭവം പറഞ്ഞത്. ഗർഭിണികളായ സ്ത്രീകള് ഖിയാമത്ത് നാളിങ്ങോട്ട് വന്നാൽ അവർ അറിയാതെ പ്രസവിച്ചു പോകും. അത് ഭയാനകതയാണ്. ഒരു പെണ്ണ് പ്രസവിക്കാന്നൊക്കെ പറഞ്ഞാല് അതിന് ചില വ്യവസ്ഥകളൊക്കെ അല്ലാഹ് വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകളൊക്കെ അങ്ങോട്ട് തെറ്റിപ്പോകും. ഖിയാമത്ത് നാളിന്റെ ഭയാനകതയിൽ ആ പെണ്ണ് അറിയാതെ പ്രസവിച്ചു പോകും. 3, മൊത്തം ജനങ്ങൾ ലഹരി ബാധിച്ചവരാകും. ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയപ്പെട്ട് ആളുകൾ അങ്ങനെ ഭയത്തിന്റെ ശക്തി കൊണ്ട് ലഹരി ബാധിച്ചവരെ പോലെ നിനക്ക് അവരെ കാണാം. പക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷയാണത്. ഇതാ ഖിയാമത്ത് നാളിന്റെ അവസാനം. സൂറത്തു ഹജ്ജിന്റെ ആദ്യ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതൊന്നും എടുത്തതിന്റെ വിശദീകരണത്തിൽ നമ്മുടെ മലയാള അമാനിമോരുടെ തഫ്സീറിലൊക്കെ വളരെ കൂടുതലായിട്ട് അമാനിമോർ ഇതിനെ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ എന്താണ് എന്നതാണ് ഈ സൂറത്തിൽ പറയുന്നത്. വേറെ ചെറിയ സൂറത്തുകളിലൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ച അവസാനത്തെ ആയത്തിലുള്ളത്. അവസാനത്തെ ആയത്തെടുത്ത് നമ്മൾ സൂറത്തു നാസിആത്തിലെ അവസാനത്തെ ആയത്ത് നോക്കൂ. കഅന്നഹും യൗമ യറൗനഹാ, കഅന്നഹും അവർ ഏതുപോലെയാണ്, യൗമ യറൗനഹാ
അവരാ ഖിയാമത്ത് നാളിനെ കാണുകയാണെങ്കിൽ ലം യൽബസൂ അവർ താമസിച്ചിട്ടില്ലാത്തവരെ പോലെയാണ്. ഇല്ലാ അശിയ്യതൻ ഒരു വൈകുന്നേരമല്ലാതെ ഔ ളുഹാഹാ അല്ലെങ്കിൽ ഒരു പകലല്ലാതെ. അപ്പൊ ഒരു ദിവസം മൊത്തം താമസിച്ചു എന്ന് പോലും അവർക്ക് തോന്നില്ല. അതിന്റെ ഒരു ഭാഗം, ഒരു ദിവസത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ ഈ ദുനിയാവിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് അവർ വിചാരിച്ചു പോകും. അത്രമാത്രം ഭയാനകതയാണ് ഈ ഖിയാമത്ത് നാൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഭയാനകതയിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളിപ്പോ ഓതി തീർത്ത ഈ സൂറത്തു നാസിആത്ത് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവസാനത്തെ ആയത്ത് ഒന്നുകൂടെ ഓതി നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അടുത്ത ആഴ്ച മുതൽ നമുക്ക് പുതിയ സൂറത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. ഇനി ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് അർത്ഥം പറഞ്ഞു നോക്കട്ടെ. യസ്അലൂനക എന്താ അർത്ഥം? അവർ നിന്നോട് ചോദിക്കുന്നു. യസ്അലൂനക എന്ന് പറഞ്ഞാൽ അവർ നിന്നോട് ചോദിക്കുന്നു. നബിയുടെ കാലത്തിലെ ആളുകൾ കേട്ടാ. അനിസ്സാഅതി ഖിയാമത്ത് നാളിനെ കുറിച്ച്. അയ്യാന എപ്പോഴാണ്, മുർസാഹ അത് സംഭവിക്കുക. ഫീമ അൻത നീ എന്തിലാണ്, മിൻ ദിക്റാഹ അതിന്റെ വർത്തമാനത്തെ സംബന്ധിച്ച്. അതായത് ഈ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട വർത്തമാനത്തെ സംബന്ധിച്ച് നിനക്കൊന്നും അറിയുകയില്ല എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ഇലാ റബ്ബിക അർത്ഥം പറയും. ഇലാ റബ്ബിക നിന്റെ റബ്ബിലേക്കാണ് അല്ലെങ്കിൽ നിന്റെ രക്ഷിതാവിലേക്കാണ്. മുൻതഹാഹ അതിന്റെ സമാപനം അല്ലെങ്കിൽ അതിന്റെ ഒടുക്കം, പര്യവസാനം. ഇന്നമാ അൻത മുൻദിറു ഇന്നമാ തീർച്ചയായും അൻത നീ മുൻദിറു മുന്നറിയിപ്പ് നൽകുന്നവൻ. അപ്പൊ ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? നീ മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ്. മൻ യഖ്ശാഹ അതിനെ ഭയപ്പെടുന്നവർക്ക്. ഏതിനെ? ഖിയാമത്ത് നാളിന്. ഖിയാമത്ത് നാൾ സംഭവിക്കും, ഈ ചിരിയും കളിയൊക്കെ അവസാനിക്കും, ഖിയാമത്ത് നാൾ സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് പേടിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്ക് നബിയെ നീ മുന്നറിയിപ്പ് നൽകുക. ആ മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ് നീ. അതാണ് നിന്റെ ജോലി. കഅന്നഹും യൗമ യറൗനഹാ അവർ അതിനെ കാണുകയാണെങ്കിൽ ലം യൽബസൂ അവർ താമസിക്കാത്തവരെ പോലെയാണ്. ഇല്ലാ ശിയ്യതൻ ഒരു വൈകുന്നേരമല്ലാതെ, ഔ ളുഹാഹ അല്ലെങ്കിൽ ഒരു പകലല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഖിയാമത്തിന്റെ ഭയാനതകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു കൂട്ടം ആളുകൾ നരകത്തിലേക്കും